നമസ്കാരം. ഞാൻ ബിജീഷ് പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും നമുക്ക് എങ്ങനെ വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യണം. നമുക്ക് ഏതൊരു ദിവസമായാലും നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിനെയും കൃത്യമായിട്ടൊരു മാനേജ് ചെയ്യണമെങ്കിൽ റൈറ്റ് രീതിയിലുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കേണ്ടതുണ്ട്. അതിനായിട്ട് റൈറ്റ് ഒരു സപ്പോർട്ട് ഏതാണ്, റെസിസ്റ്റൻസ് ഏതാണ്, അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു റൈറ്റ് ആയിട്ടുള്ള ട്രേഡിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു റേഞ്ചിൽ നമ്മൾ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയകൾ നമ്മളത് സൂചിപ്പിച്ചിരുന്നില്ല. നമുക്ക് ഈ ഒരു റേഞ്ചിൽ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കൃത്യമായിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ നൽകാതിരുന്നത്. നമുക്ക് റൈറ്റ് ഒരു ബൈയിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടേണ്ടത് 22,075 റെസിസ്റ്റൻസ് ആണ്. അപ്പൊ 22,075 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഈ ഒരു ക്യാനില് നിഫ്റ്റി 22,075 മുകളിലേക്ക് നിഫ്റ്റി ഒരു സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം ആയാലും നിഫ്റ്റി ആയാലും ഇതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്കൊരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. മാർക്കറ്റിന്റെ ഒരു ഓപ്പണിംഗ് ഒക്കെ റെസിസ്റ്റൻസിന്റെ ഒരു താഴെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രഷർ കുറച്ച് സമയം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് 22,075 അതിനുശേഷം ഇതിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് നമ്മൾ റെസിസ്റ്റൻസ് കുറച്ച് അകലെയാണ് നൽകിയിരുന്നത്. അതായത് 22,220 അടുത്താണ് റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. 22,200 ജസ്റ്റ് അത് ബ്രേക്ക് ചെയ്തിരുന്നു. അതിനുശേഷം നിഫ്റ്റിയിലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ഒരു വോളറ്റൈൽ മൊമെന്റ് ആയിരുന്നു. അതിനുശേഷം ആയാലും നിഫ്റ്റി ആയാലും ഹോൾഡ് ചെയ്ത് നിലനിർത്തിയിരുന്നത് ഈ ഒരു സപ്പോർട്ട് തന്നെ ഹോൾഡ് ചെയ്ത് നിലനിൽക്കുകയാണ് നമ്മൾ നിഫ്റ്റിയിലായാലും കണ്ടിരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലെ ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് വന്നിട്ടില്ല. അതിനുശേഷം നിഫ്റ്റി ഒരു പോസിറ്റീവ് സെന്റിമെന്റിലാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു സെന്റിമെന്റിൽ ഒരു ക്ലോസിംഗ് ഒരു പോസിറ്റീവ് ആയാലും നിഫ്റ്റിയിൽ ഒരു സെന്റിമെന്റിൽ കാണുന്നത് നിഫ്റ്റിക്കായാലും താഴത്തേക്ക് കുറച്ചും കൂടി കാണുന്നുണ്ട്. നിഫ്റ്റിയിൽ ഇനി ലോവർ ലെവൽ കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലുകൾ വരുന്നത് 22,800 അടുത്ത് വരുന്നുണ്ട്. 21,800 അടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 21,500 അടുത്ത് വരുന്നുണ്ട്. ഈ രണ്ട് ലെവലിലേക്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ മാർക്കറ്റ് ഒരു വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് നമുക്കൊരു പൊസിഷൻ വ്യൂവിൽ മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തപ്പോൾ നമ്മളത് പറഞ്ഞു, ലോവർ ലെവൽ ക്ലോസ് ചെയ്തപ്പോഴും പറഞ്ഞു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട്. കാരണം ഇന്നായാലും ആ ഒരു ബൗൺസ് നിഫ്റ്റി നടത്തി. ഒരു ബൗൺസ് നടത്തിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു താഴ്ത്തേക്ക് വരും. പക്ഷെ എക്സാക്ട് ആയിട്ട് ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി വർക്ക് ചെയ്ത് നോക്കുക. എക്സാക്ട് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് 46,880. അപ്പൊ അതുപോലെ തന്നെ 46,700 റെസിസ്റ്റൻസ്. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഇതിന്റെ ഒരു മുകളിൽ ഹോൾഡ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. ആ ബ്രേക്ക് ചെയ്ത ഒരു ക്യാനല് ശ്രദ്ധിക്കുക, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ 46,880. അപ്പൊ ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ ആയാലും നിഫ്റ്റി അത് ബൈയിലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് ഒരു മൂവ്മെന്റിലായാലും നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റിയിൽ ലോവർ ലെവല് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബൗൺസിനും സാധ്യതയുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ആ ഒരു ഇമ്പോർട്ടന്റ് ലെവൽ 47,200 47,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ അതിന് മുകളിലേക്ക് തന്നെ കടന്നിട്ടില്ല മാർക്കറ്റ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു ലെവൽ ഒരിക്കലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ബാങ്ക് നിഫ്റ്റിയിൽ റൈറ്റ് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി, റൈറ്റ് ഒരു ഫാള് മാർക്കറ്റിൽ വന്നിരുന്നു. അപ്പൊ അതിന് ശേഷമായാലും ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 46,834 വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെയും നമുക്ക് ബാങ്ക് നിഫ്റ്റിനെയും നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല്. നിഫ്റ്റിയിലും ലോവർ ലെവല് 21,800 860 ലെവലൊക്കെ ശ്രദ്ധിക്കുക. 21,820. അപ്പൊ ഈ ഒരു ലെവൽ മാനേജ് ചെയ്യേണ്ടത് ഇതിന് താഴെ 21,710. അതിന് താഴെ കുറച്ചധികം വീക്ക്നെസ് ആണ്. 820 താഴെ തന്നെ വീക്ക്നെസ് ആണ്. പക്ഷെ ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് പോയാൽ ഈ ഒരു ലെവലിൽ ഇത് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതായത് ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട്സിന്റെ പൊസിഷൻ ഉടനെ എക്സിറ്റ് ചെയ്യണം.
അപ്പൊ ലോവർ ലെവലിൽ ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് ഇതേ രീതിയിലാണ്. ലോവർ ലെവലിൽ ഈ ഒരു സപ്പോർട്ട് മാത്രം ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയിലും റെസിസ്റ്റൻസ് നമുക്ക് ഹയർ ലെവൽ റെസിസ്റ്റൻസ് പറയാം. നമുക്ക് ഈ ഒരു ലെവല് 22,070 നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് നൽകിയിരിക്കുന്ന അതേ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 22,075 ഒരു താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഇതിന്റെ തൊട്ട് താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒരു മുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. തുടക്കത്തിൽ ഒരു ബൗൺസ് നിഫ്റ്റിയിലായാലും കിട്ടിയേക്കാം, അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ഒരു ഫാള് വരുന്നത്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 22,220 തന്നെയാണ്. 22,220 റെസിസ്റ്റൻസ്. 220 മുകളിലും റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ 220 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് എന്ന് പറയുന്ന രീതിയിൽ ഇതിന്റെ മുകളിൽ പോയി ഇതിന്റെ താഴത്തേക്ക് വന്ന വീക്ക്നെസ് ആണ്. അപ്പൊ അതേപോലെ തന്നെ ലോവർ ലെവൽ ഈ ഒരു സപ്പോർട്ടിന്റെ താഴെ പോയി ഇതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ബൈ സെന്റിമെന്റ് ആണ്. ഇതേ രീതിയിൽ മാനേജ് ചെയ്ത ലോവർ ലെവൽ സപ്പോർട്ടും ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഓപ്പൺ ചെയ്ത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ഇവിടെ ഹോൾഡ് ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമോ വലിയ ടൈം ഫ്രെയിമോ ബൈയുടെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു താഴത്തേക്ക് നിലനിന്നാൽ തന്നെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു സപ്പോർട്ട് 21,860, 820 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 860 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഒരു സെന്റിമെന്റ് ആണ്. 810 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് 820 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഒരു സെന്റിമെന്റ് ആണ്. അപ്പോൾ നിഫ്റ്റിയിൽ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഇപ്പോൾ ഇതിന്റെ മുകളിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസുകൾ ഇല്ല. ഇതിന്റെ മുകളിൽ ബൈ സെന്റിമെന്റിൽ തന്നെ നിലനിൽക്കുക. വേറെ ഹയർ ലെവല് വേറെ പ്രത്യേകിച്ച് ലെവലുകൾ നൽകാനില്ല. കാരണം ഇതിന്റെ ഒരു മുകളിൽ ചിലപ്പോൾ ഒരു ഷോർട്ട് കവറിങ് വരാനായിട്ടൊരു സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ പ്രത്യേകിച്ച് ഒരു ലെവലുകൾ നൽകി അത് വർക്ക് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എപ്പോഴും നമുക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ട്രെൻഡിൽ നിലനിൽക്കാൻ പറ്റും. മാർക്കറ്റ് കുറച്ച് വൈഡ് മൊമെന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടുകൾ ഉണ്ട്. 580 സപ്പോർട്ടാണ്. പക്ഷെ 580 താഴെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ക്വിക്കായിട്ട് പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പക്ഷെ 580 മുകളിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാൽ 580 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് 46,685 റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കുക, ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 550 ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 545. കുറച്ച് താഴെയാണ് സപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, അതായത് ഇതിന്റെ ഒരു താഴെ ബാങ്ക് നിഫ്റ്റി നിലനിന്ന കുറച്ചധികം വീക്ക്നെസ് ആണ്, ഇതിന്റെ ഒരു താഴെ നിലനിന്ന കുറച്ചധികം വീക്ക്നെസ് ആണ്. പക്ഷെ മാർക്കറ്റ് വോളറ്റാലിറ്റി ഉണ്ടെങ്കിൽ വീണ്ടും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട്സിന്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ഫാളിലേക്ക് അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരെ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ, ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 47,220 അതായത് ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൈര തൊട്ട് മുകളിലാണ്. അപ്പൊ ഇൻ കേസ് ഹൈ ഇന്നത്തെ ഒരു ഹൈര മുകളിൽ ആയിരുന്നാലും ഇതിന്റെ താഴേക്ക് സസ്റ്റെയിൻ ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ 220 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഒരു കാരണം വെച്ചാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഇതിന്റെ ഒരു താഴെയാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ തൊട്ടടുത്തായാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത വരുന്നത്. അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 47,060 സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇൻ കേസ് അടുത്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വീണ്ടും 47,060 കൂടി ബ്രേക്ക് ചെയ്ത് അടുത്തൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡിൽ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.